സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട വിവാദം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടൂർ ഗോപാലകൃഷ്ണൻ ജാതി വെച്ച് സംസാരിക്കുന്ന ആളല്ല. പുഷ്പവതി എന്ന ഗായികയും താൻ തള്ളി പറയുന്നില്ല. രണ്ടുപേരും സംസാരിച്ച് ഈ വിവാദം അവസാനിപ്പിക്കണമെന്ന് കൈതപ്രം ആവശ്യപ്പെട്ടു. പ്രശസ്ത സംഗീതജ്ഞൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നമ്മളോടൊപ്പം ചേരുകയാണ്. മാഷ് കോൺക്ലേവിൽ പങ്കെടുത്തതാണ്. ആ കോൺക്ലേവിൻ്റെ ഒടുവിൽ ഒരു വലിയ വിവാദം വന്നിരിക്കുകയാണ്. മാഷ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഗവൺമെൻറ് നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ കോൺക്ലേവ്. വളരെ നല്ല ആശയമാണ്, നല്ല മനസ്സ്, നല്ല സിനിമ, നല്ല കാലം എന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അതിന് എനിക്ക് ആ കലാകാരിയും ഇഷ്ടമാണ്. അടൂരിനെ നമ്മൾ ഗുരുവിനെ പോലെ സ്നേഹിക്കുന്ന ആളുമാണ്, ബഹുമാനിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. ഇത് തുടരരുത്, ഇത് നമുക്ക് നിർത്തണം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമുക്ക് നിർത്തുകയും ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വിവാദങ്ങൾ മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതാണോ ഇനി? കാരണം ഈ വിവാദങ്ങൾ കൊണ്ട് ഇൻഡസ്ട്രി അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം, ഇൻഡസ്ട്രിയിൽ നിരവധി പ്രതിസന്ധി ഉള്ള ഘട്ടത്തിൽ വിവാദങ്ങൾ ഇനിയും മലയാള സിനിമയ്ക്ക് താങ്ങാനാകും? അതെ, വിവാദങ്ങൾ എപ്പോഴും ചർച്ചകൾ എന്നുള്ള രീതിയിൽ നല്ലതാണ്. പരസ്പരം അധിക്ഷേപിക്കുന്ന വിവാദങ്ങൾ ആവശ്യമില്ല. നമുക്ക് സ്നേഹത്തോട് സംസാരിക്കാം, അത് മതി. സാർ ഇതിൽ പറഞ്ഞത് പരിശീലനം വേണമെന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ട്രെയിനിങ് വേണം, സിനിമയ്ക്ക് വെറുതെ സബ്സിഡി കൊടുത്താൽ പോരാ എന്നുള്ളതാണ്. അങ്ങനെയാണ് നല്ലത് തന്നെ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു കാര്യം വെച്ചിട്ടൊന്നും ജാതി ഇതൊന്നും വെച്ചിട്ട് സംസാരിക്കുന്ന ആളല്ല അദ്ദേഹം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ആ മോളെ എനിക്ക് തള്ളി പറയാനും പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ സമത്തിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ എനിക്ക് തള്ളി പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും തന്നെ പറഞ്ഞു തീർക്കണമെന്നാണ് എനിക്ക് എൻ്റെ ആവശ്യം. താങ്ക് യു. കോഴിക്കോട് നിന്ന് ദീപക് തരമണ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഈ വിവാദം അവസാനിപ്പിക്കണം, ഇത് സിനിമയ്ക്ക് ഗുണമല്ല എന്ന് തന്നെയാണോ കൈതപ്രം പറയുന്നത്? കൈതപ്രം വളരെ കൃത്യമായി ഇതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. കാരണം ഈ വിവാദം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല, ഇത് തുടരരുത്, ഇത് അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. മാത്രമല്ല അടൂർ ജാതി പറയുന്ന ആളല്ല, ജാതി വെച്ച് സംസാരിക്കുന്ന ആളല്ല. മാത്രമല്ല ഈ ഗായിക പുഷ്പവതിയും നല്ലയാളാണ്, അവരെ തള്ളി പറയാനാകില്ല. ഇവർ രണ്ടുപേരും സംസാരിക്കണം. മാത്രവുമല്ല രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു സിനിമാ കോൺക്ലേവ്, ആ സിനിമാ കോൺക്ലേവിന് ദോഷമാവുന്ന രീതിയിലേക്ക് ഈ വിവാദങ്ങൾ മാറുന്നു. ചർച്ചകളാവാം, പക്ഷേ അധിക്ഷേപങ്ങളാവരുത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം, ഈ തർക്കം തീർക്കണം, ഇവർ ഇരുവരും സംസാരിക്കണം എന്നുൾപ്പെടെയുള്ള ഒരു സമവായ നിർദ്ദേശമാണ്. യഥാർത്ഥത്തിൽ സർക്കാർ പോലും ഈ തർക്കത്തിൽ, ഈ വിവാദത്തിൽ പെട്ടുനിൽക്കുമ്പോൾ കൈതപ്രം വളരെ കൃത്യമായി ഇത് ചർച്ച ചെയ്ത് തീർക്കണമെന്ന് സിനിമാ രംഗത്ത് നിന്ന് ആദ്യമായാണ് ഒരു പ്രധാന ഒരു പ്രമുഖൻ, സിനിമാ രംഗത്തെ പ്രമുഖൻ ഇടപെടുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് അടിയന്തരമായി ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ്. ഈ വിവാദം സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല എന്നാണ് SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. ഈ സിനിമാ കോൺക്ലേവ് ഇന്ത്യയിൽ തന്നെ പുതിയ ആശയമാണ്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. സർക്കാരിനും അഭിമാനിക്കാം, സാംസ്കാരിക വകുപ്പിനും അഭിമാനിക്കാം. അതേസമയം ഈ വിവാദം ഇങ്ങനെ പടരുമ്പോൾ വിവാദം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ എന്നറിയില്ല. വിവാദം അവസാനിപ്പിക്കണമെന്ന കൈതപ്രത്തിൻ്റെ അഭിപ്രായം മുഖവിലക്കെടുക്കട്ടെ എല്ലാവരും. ഇത് നീട്ടിക്കൊണ്ടു പോകുന്ന ആർക്ക് ഗുണം, എന്ത് ഗുണം, എവിടെ ഗുണം? ഗുണമില്ല എന്നുള്ളതാണ്. സംവാദം സ്നേഹത്തിൻ്റെ ഭാഷയിലാകണം എന്ന കൈതപ്രത്തിൻ്റെ വാക്കുകൾ അത് കേരളത്തിൽ അലയടിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.